ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിജിസമ്മിന്റെ ഡിവിഷൻ മെത്തേഡ് പഠിക്കാം. ഓക്കെ, നമ്മൾ ഡിജിസമ്മിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് ഡിവിഷൻ മെത്തേഡ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ അറിയേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഡിവിഷൻ അഥവാ ഹരണത്തിൽ ഡിജിസം എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എന്തുണ്ടാവും, ഒരു അംശവും ഉണ്ടാവും അല്ലെ. ഒരു അംശം വരും, പിന്നെ ഒരു ഛേദം ഉണ്ടാവും അല്ലെ. അംശം, ഛേദം ഉണ്ടാവും. അതായത് ന്യൂമറേറ്ററും ഉണ്ടാവും, ഡിനോമിനേറ്ററും ഉണ്ടാവും അല്ലെ. ഇത് രണ്ടിന്റെയും നമുക്ക് ഡിജിസം കാണണം. ഇതിന്റെയും ഡിജിസം കാണണം, ഇതിന്റെയും ഡിജിസം കാണേണ്ടി വരും അല്ലെ. പക്ഷെ നമുക്ക് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം കുറച്ച് ബുദ്ധിമുട്ടാവും അല്ലെ ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം ആദ്യം ചെയ്യണം. ഈ ഡിനോമിനേറ്ററിനെ എല്ലാം നമ്മൾ 1 ആക്കി മാറ്റണം. ഓക്കെ, നമുക്കറിയാം ഡിനോമിനേറ്റർ 1 ആക്കി കഴിഞ്ഞാൽ ഒരു നമ്പർ ഡിവൈഡ് ബൈ 1 വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അതാണ്, ഡിനോമിനേറ്ററിനെ എങ്ങനെ 1 ആക്കാമെന്ന് പഠിക്കാം. അപ്പോ ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ ഡിജിസം ഏതൊക്കെ സംഖ്യകൾ വരാൻ ചാൻസ് ഉണ്ട്? ഫൈനൽ ഡിജിസം 1 വരാം, 2, 3, 4, 5 ഇങ്ങനെ 9 വരെ വരാം അല്ലെ. ഡിനോമിനേറ്ററിൽ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്ന ഫൈനൽ ഡിജിസം എന്ന് പറയുന്നത് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളാണ് വരാൻ ചാൻസ് അല്ലെ. അപ്പോ ഇനി ഓരോ സംഖ്യകളെയും, അതായത് ഡിനോമിനേറ്റർ 1 വരുമ്പോൾ, 2 വരുമ്പോൾ, 3 വരുമ്പോൾ, 4 വരുമ്പോഴൊക്കെ എങ്ങനെ ഇതിനെല്ലാം 1 ആക്കി മാറ്റാം, ആ കാര്യമാണ് ഇതിൽ ആദ്യം പഠിക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ 1, അതായത് അംശം അല്ലെ. അംശം ഡിവൈഡ് ബൈ 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ എയിം തന്നെയാണ് ഡിനോമിനേറ്റർ, അതായത് ഛേദം അല്ലെ 1 ആക്കി മാറ്റണം എന്ന് തന്നെയാണ് നമ്മുടെ എയിം. അപ്പൊ ഡയറക്റ്റ് നമുക്ക് 1 വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 1 വരാനുള്ള ചാൻസ് എന്തൊക്കെയാണ്? അപ്പൊ ഡിനോമിനേറ്ററിൽ ഇപ്പൊ അങ്ങനെ 28 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 2 + 8 10 അല്ലെ. 10 എന്ന് പറയുമ്പോൾ ഡിജിസം 1 തന്നെ വരും. അപ്പൊ ഡിനോമിനേറ്ററിൽ ഇങ്ങനെ 28 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിജിസം 1 കിട്ടും അല്ലെ. അതേപോലെ ഇപ്പൊ 91 ആണെങ്കിലോ എന്ത് വരും? 1 തന്നെ വരും അല്ലെ. അങ്ങനെ ഡിനോമിനേറ്ററിൽ ഡിജിസം 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. നോ ചേഞ്ചസ്. ഇപ്പൊ എക്സാമ്പിൾ നോക്കാം. ഇവിടെ അല്ലെ ഒരു സംഖ്യ ഡിവൈഡ് ബൈ 82 ആണ്. 82 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 8 + 2 എത്ര വരും? 8 + 2 എന്ന് പറയുമ്പോൾ ഡിജിസം 1 എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടെ ഡിജിസം 1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ടില്ല. ജസ്റ്റ് ന്യൂമറേറ്റർ മാത്രം അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ഇതിന്റെ ഡിജിസം 1 എന്ന് കിട്ടി. ഇനി ജസ്റ്റ് എന്ത് ചെയ്യും? ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. അപ്പൊ നോക്കാം, 7 2 9. ഇനി ഏതെങ്കിലും 9 ഉണ്ടോ? ഇല്ല. അപ്പൊ 6 4 10 17 17 4 21. 21 പറയുമ്പോൾ ഡിജിസം എത്ര വരും? 3 വരും. ഇനി നമ്മുടെ ആൻസറിന്റെ ഡിജിസം 3 ആണോ ചെക്ക് ചെയ്യാം. ഇവിടെ 9 പോയി, ബാക്കിയുള്ളത് 7 8 15 15 മാറും 21. 21 പറയുമ്പോൾ 3 തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഡിനോമിനേറ്ററിൽ 1 വന്നു കഴിഞ്ഞാൽ ചെയ്യാം. ചേഞ്ചസ് ഒന്നും വരുത്തേണ്ടില്ല, ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. 91 ഇവിടെ 9 പോയി. ഇവിടെ നോക്കാം, 9 6 3 9 പോയി, ബാക്കിയുള്ളത് 5 ആണ്. ഇപ്പൊ ഡിജിസം 5 എന്ന് കിട്ടി. ഇനി ഇവിടെ 6 3 9 പോയി, ഇവിടെയും ഡിജിസം 5 തന്നെയാണ് അല്ലെ. ഇനി നോക്കാം, ന്യൂമറേറ്ററിൽ ഡിജിസം 2 വന്നു കഴിഞ്ഞാൽ, ഡിനോമിനേറ്റർ ഛേദത്തില് ഡിജിസം 2 വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് ഈ 2നെ 1 ആക്കി മാറ്റണം അല്ലെ. എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. 2നെ 1 ആക്കി മാറ്റണം. നമുക്കറിയാം 2 × 5 പറഞ്ഞാൽ എത്രയാണ്? 10. 10 പറയുമ്പോൾ ഡിജിസം എത്രയാണ്? 1 ആണ് വരിക അല്ലെ. അതായത് 2 × 5 എന്ന് പറഞ്ഞാൽ 10. 10 പറയുമ്പോൾ 1 + 0 1 എന്ന ഡിജിസം കിട്ടും. അപ്പോ ഡിനോമിനേറ്ററിൽ 2 വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 5 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൽ ഡിജിസം 2 വന്നു കഴിഞ്ഞാൽ അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിനോമിനേറ്ററിനെ ഏത് കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അതുകൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഛേദത്തിന് ഏത് സംഖ്യ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേ സംഖ്യ കൊണ്ട് അംശത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴല്ലേ വാല്യൂ തുല്യമാവുള്ളൂ അല്ലെ. താഴെ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് മേലെ മൾട്ടിപ്ലൈ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ആ വാല്യൂ മാറില്ലേ. അപ്പൊ താഴെ ഏത് സംഖ്യ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അതേ സംഖ്യ കൊണ്ട് മേലെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ താഴെ ഡിനോമിനേറ്റർ, അതായത് ഛേദത്തിൽ ഡിജിസം 2 വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറും? അത് 1 എന്ന ഡിജിസമായി മാറും.
അപ്പൊ 5 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 കൊണ്ട് മേലെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ താഴെ ഡിജിസം 1 കിട്ടി. ഇനി ജസ്റ്റ് മേലത്തെ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഇതിന്റെ ഡിജിസം കാണുക, എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് നോക്കാം. ഇവിടെ നോക്കുക, 6 3 9 പോയി 2 ഇതിന്റെ ഡിജിസം. ഡിനോമിനേറ്ററിൽ 2 വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം അതുപോലെ 9 ക്യാൻസലായി. ഇനി ഏതെങ്കിലും 9 ഉണ്ടോ നോക്കാം. ഇല്ല. അപ്പൊ 4 8 12 12 10 22 22 8 30 30 എന്ന് പറയുമ്പോൾ ഡിജിസം 3. 30 പറയുമ്പോൾ ഡിജിസം 3 എന്ന് കിട്ടും അല്ലെ. അപ്പോ മേലെ 3 കിട്ടി, താഴെ 2 കിട്ടി. അപ്പോ ഡിനോമിനേറ്ററിൽ 2 വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്തായി മാറി? 3 × 5 15. ഇവിടെ 1 മാറി അല്ലെ. 10 പറയുമ്പോൾ 1 മാറി. അപ്പൊ ഇവിടെ എത്ര വരും? 15 പറയുമ്പോൾ ഡിജിസം 6 എന്ന് കിട്ടി. ഓക്കെ, ഡിജിസം എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഇനി നമ്മുടെ ആൻസറിന്റെ ഡിജിസം 6 ആണോ ചെക്ക് ചെയ്യാം. ഇവിടെ 9 പോയി ബാക്കിയുള്ളത് 7 + 8 15 15 പറയുമ്പോൾ 6 തന്നെയാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഡിവിഷൻ മെത്തേഡ് ഡിജിസം യൂസ് ചെയ്യുക? ഇവിടെ നോക്കാം, ഡയറക്റ്റ് 2 വന്നിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ 9 പോയി, 8 9 പോയി, ബാക്കിയുള്ളത് 7. അപ്പൊ നമുക്കിവിടെ 7/2 കിട്ടുക. ഡിനോമിനേറ്ററിൽ 2 വന്നു കഴിഞ്ഞാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 7 × 5 35 ആയി. താഴെ 1 ആയി അല്ലെ. 35 പറയുമ്പോൾ ഡിജിസം എത്ര വരും? 8 എന്ന് വരും. ഈ ഓപ്ഷനിൽ ഡിജിസം 8 ആണോ ചെക്ക് ചെയ്യാം. ഇവിടെ 9 പോയി, 5 4 9 പോയി, ബാക്കിയുള്ളത് 6 + 2 8 അല്ലെ. അപ്പോ 2ന്റെ ഡിജിസം കറക്റ്റ് കിട്ടി. അതുപോലെ നേരെ തിരിച്ചും നോക്കാൻ ശ്രദ്ധിക്കുക. ന്യൂമറേറ്റർ നമ്മൾ 2 വന്നപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. അപ്പൊ നേരെ തിരിച്ച് ന്യൂമറേറ്ററിൽ 5 വന്നാലോ നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 വന്നപ്പോൾ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 5 വരുമ്പോൾ നേരെ തിരിച്ച് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പോ ഡിനോമിനേറ്ററിൽ 5 വന്നു കഴിഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേ 2 കൊണ്ട് മേലെയും മൾട്ടിപ്ലൈ ചെയ്യണം. അത് മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായി മാറും? ഇത് 1 മാറും അല്ലെ. ഇതിന്റെ ഡിജിസം 1 മാറും. പിന്നെ ബാക്കിയുള്ള ന്യൂമറേറ്റർ മാത്രം ചെയ്യാം. അപ്പോ 2 വന്നു കഴിഞ്ഞാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 2 വന്നു കഴിഞ്ഞാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ 5 വന്നു കഴിഞ്ഞാൽ തിരിച്ച് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ നോക്കാം, ന്യൂമറേറ്റർ 4 വരുന്നതെങ്കിൽ, ഡിനോമിനേറ്ററിൽ 4 വരുന്നതെങ്കിൽ, ഛേദത്തിൽ 4 വരുന്നതെങ്കിൽ 4നെ നമുക്ക് 1 മാറ്റണം. നമുക്കറിയാം 4 × 7 എന്ന് പറയുന്നത് 28. 28 പറഞ്ഞാൽ എന്താണ്? 2 + 8 10. 10 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിസം 1 വരും. ഓക്കെ, അപ്പോ ഡിനോമിനേറ്റർ ഡിജിസം 4 വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 7 കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇതെന്തായി മാറും? 1 മാറും. ബാക്കിയുള്ളത് ന്യൂമറേറ്റർ മാത്രം ചെയ്യുക. അപ്പൊ 4 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ നേരെ തിരിച്ചും ഡിനോമിനേറ്ററിൽ 7 വന്നു കഴിഞ്ഞാൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 4 വന്നു കഴിഞ്ഞാൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 വന്നു കഴിഞ്ഞാൽ തിരിച്ച് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. 7 വന്നു കഴിഞ്ഞാൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ തിരിച്ച് 4 വന്നു കഴിഞ്ഞാൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം 8ന്റെ കേസ്. ഡിനോമിനേറ്ററിൽ 8 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 8 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 ആണ് അല്ലെ. 64 പറയുമ്പോൾ 6 + 4 10. 10 എന്ന് പറയുമ്പോൾ ഡിജിസം 1 എന്ന് കിട്ടും. അപ്പോ 8 വന്നു കഴിഞ്ഞാൽ ഏത് സംഖ്യ കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 8 കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 8 വന്നു കഴിഞ്ഞാൽ 8 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 8 കൊണ്ട് താഴെ മേലെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 1 മാറും. ബാക്കി ന്യൂമറേറ്ററിൽ മാത്രം ചെയ്യാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഡിനോമിനേറ്ററിൽ 3 അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ 3ന്റെ ഗുണിതങ്ങളായ 6 9 ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡിജിസം മെത്തേഡ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം 3നെയും 6നെയും 9നെയും ഒന്നും ഗുണിച്ചാൽ നമുക്ക് 1 ആക്കാൻ പറ്റുന്ന സംഖ്യകളില്ല. 3നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1 ഡിജിസം വരുന്ന അല്ലെങ്കിൽ ഇതുപോലെ 10 ഏതെങ്കിലും വരുന്ന കേസ് ഒരിക്കലും വരുന്നില്ല. അതുകൊണ്ട് ഒരു എക്സെപ്ഷണൽ കേസ് ആണിത്. എന്താണ്? ഛേദത്തിൽ, അതായത് ഡിനോമിനേറ്ററിൽ ഡിജിസം 3 അല്ലെങ്കിൽ 3ന്റെ ഗുണിതങ്ങളായ 6 9 ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഡിജിസം മെത്തേഡ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ആദ്യം ഈ തന്നിരിക്കുന്ന ന്യൂമറേറ്ററിനെ 3 കൊണ്ട് നമ്മൾ വെട്ടിച്ചുരുക്കുക. 3 കൊണ്ട് ക്യാൻസൽ ചെയ്തിട്ട് എന്നിട്ട് അതിന്റെ ഒരു ഷോർട്ടസ്റ്റ് ഫോം വരുമല്ലോ, എന്നിട്ട് അതിന്റെ ഡിജിസം എടുക്കുക. അപ്പൊ ഇവിടെ
363 ഡിവൈഡ് ബൈ 3 ആണെങ്കിൽ 3 കൊണ്ട് ആദ്യം ഇതിനെ ക്യാൻസൽ ചെയ്യുക. 1 2 1 എടുക്കുക. എന്നിട്ട് ഇതിന്റെ ഡിജിസം എടുക്കുക. ഓക്കെ, അപ്പൊ 3 അതുപോലെ ഡിനോമിനേറ്ററിൽ 6 9 ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് നമുക്ക് ഇതിനെ ഒന്നാക്കാൻ പറ്റില്ല. ഇതിനൊന്നും നമുക്ക് ഒന്നാക്കി മാറ്റാൻ കഴിയില്ല. അപ്പൊ ഡയറക്റ്റ് 3 കൊണ്ട് ന്യൂമറേറ്ററിനെ വെട്ടിക്കളഞ്ഞിട്ട് അതിന്റെ ചെറിയ വാല്യൂ എടുത്തിട്ട് നമുക്ക് ഡിജിസം അപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, അതായത് 369 cannot be eliminated from the denominator അല്ലേ? ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ഡിജിസം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് 3 6 9 ഒക്കെ ഡിനോമിനേറ്ററിൽ ഡിജിസം ആയിട്ട് വന്നു കഴിഞ്ഞാൽ. നമുക്കിത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ആദ്യത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓൾറെഡി നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യും അല്ലേ? അതായത് ഡയറക്റ്റ് ഡിജിസം എടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങൾ വെട്ടിച്ചുരുക്കി ചെയ്യും. പക്ഷെ നമുക്കിത് ജസ്റ്റ് ഡിജിസം വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. ആദ്യം ഇതിന്റെ ഡിജിസം കാണാൻ പോവാണ്. 2 4 6 6 6 12 14 14 പറയുമ്പോൾ ഡിജിസം 5 എന്ന് വരും അല്ലെ? അപ്പൊ ഇതെന്തായി മാറി? 5/2 ആയി മാറി. പ്ലസ് ഇവിടെ നോക്കുക, ഡിനോമിനേറ്ററിൽ 3 ആണ്. 3 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഡയറക്റ്റ് കട്ടുക വേണം അല്ലെ? 13 4 പ്രാവശ്യം 12 ശിഷ്ടം 1 12 4 440. ഇപ്പൊ എന്തായി മാറി? 440. 440 പറയുമ്പോൾ 4 + 4 8 ആയി മാറി. ഇവിടെ 8 കിട്ടി. പ്ലസ് ഇവിടെ നോക്കാം, 5 5 10 15 15 2 17 17 എന്ന് പറയുമ്പോൾ ഡിജിസം 8 വരും. ഇവിടെ 8 എന്ന ഡിജിസം കിട്ടി. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ എന്തുണ്ട്? 5 ഉണ്ട് അല്ലെ? അപ്പോ ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചെയ്യാം. 2 വന്നു കഴിഞ്ഞാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അതുപോലെ 5 വന്നു കഴിഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അത് ചെയ്യാം. ഇവിടെ എന്ത് വരും? ഇത് 1 ആയി മാറും അല്ലെ? പിന്നെ ഇത് ചെയ്യാൻ ഇത് നോക്കാൻ നിൽക്കരുത്. നമ്മൾ മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ പിന്നെ ഡിനോമിനേറ്റർ നോക്കാൻ നിൽക്കരുത്. അതെന്തായാലും 1 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ബാക്കിയുള്ള 5 + 5 5 × 5 25 പ്ലസ് 8 പ്ലസ് ഇവിടെ 8 × 2 16 അല്ലെ? 25 പറയുമ്പോൾ 7 + 8 പ്ലസ് ഇവിടെ എന്ത് വരും? 6 1 7 എന്ന് വരും. ഓക്കെ, അപ്പൊ എന്ത് വരും? 7 + 7 14 14 8 22 22 എന്ന് പറയുമ്പോൾ ഡിജിസം 4 എന്ന് വരും. അപ്പൊ ഫൈനൽ ഡിജിസം എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഓക്കെ, 4 എന്നുള്ള ഫൈനൽ ഡിജിസം കിട്ടി. ഇനി ഓപ്ഷൻ ഏതാ 4 വരിക നോക്കാം. ആദ്യത്തെ 6 4 10 12 12 എന്ന് പറയുമ്പോൾ ഡിജിസം 3 ആണ്. ഇവിടെ 7 2 9 പോയി, ബാക്കിയുള്ളത് 4 ആണ് അല്ലെ? അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. നമുക്ക് വേണ്ട 4 തന്നെയാണ് അല്ലെ? ഇവിടെ ജസ്റ്റ് അടുത്ത് ചെക്ക് നോക്കാം. 8 2 10 14 14 പറയുമ്പോൾ ഡിജിസം 5 ആണ്. സോ അതല്ല അല്ലെ? ഇവിടെ 9, ബാക്കി 4 2 6 ആണ്. സോ അതുമല്ല. ഓക്കെ, ഇങ്ങനെയാണ് ഡിവിഷൻ മെത്തേഡിൽ ഡിജിസം അപ്ലൈ ചെയ്യാം. 2-3 ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ 9 പോയി, ബാക്കി 8 7 15 15 6 21 പറയുമ്പോൾ ഡിജിസം 3 വരും. പിന്നെ ഇവിടെ 9 പോയി, ബാക്കിയുള്ള 7 ആണ്. മൈനസ് ഇവിടെ 9 പോയി, ബാക്കി 7 5 12 12 8 20 20 പറയുമ്പോൾ 2 വരും. ഇൻറ്റു 66 പറയുമ്പോൾ 6 + 6 12 12 പറയുമ്പോൾ 3 വരും. പ്ലസ് ഇവിടെ 3 + 2 5 ഈക്വൽ ടു സി ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ഡിജിസം 1 വരും. നമുക്ക് സി ആണ് കാണേണ്ടത് അല്ലെ? സി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോ ഇതിന്റെ ചെയ്ത് നോക്കാം. 3 × 7 21 മൈനസ് 2 × 3 6 + 5 ഈക്വൽ ടു സി. ഓക്കെ, 21 പറയുമ്പോൾ 3 3 മൈനസ് 6 + 5 ഈക്വൽ ടു സി അല്ലെ? ആദ്യം പ്ലസ് കൂടെ ആഡ് ചെയ്യാം. 8 - 6 2 എന്ന ഡിജിസം കിട്ടും. ഇനി ഓപ്ഷൻ ഏതാ 2 കിട്ടുക നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. 9 കട്ട് കളയാം അല്ലെ? 9 2 കട്ട് കളയാം. 8 + 3 11 11 പറയുമ്പോൾ ഡിജിസം എത്രയാണ്? 2 തന്നെയാണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ആണ് ജസ്റ്റ് അടുത്ത് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 9 9 പോയി, 5 4 9 പോയി, ബാക്കി ഇവിടെ 9 പോയി, ബാക്കിയുള്ളത് 3 ആണ് അല്ലെ? ഇവിടെ 9 പോയി 9 പോയി. നീ 9ന്റെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. 8 8 16 16 4 20 23 23 പറയുമ്പോൾ 5 ആണ് വരിക. ഒന്നുമല്ല. 9 9 5 4 9 പോയി, ഇവിടെ 8 6 14 എന്ന് പറയുമ്പോൾ 5 ആണ് വരിക. അതുമല്ല. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം. 31% of 260 into n equal to അല്ലെ? എൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ 31% പറയുമ്പോൾ ജസ്റ്റ് 31 മാത്രം കണ്ടാൽ മതി അല്ലെ? 31 പറയുമ്പോൾ എത്രയാണ്? 4 4 ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ്. ഇവിടെ ബാക്കി
2+6 8 ഇൻറ്റു n ഈക്വൽ ടു ഇവിടെ നോക്കി 9 പോയി 8 1 9 പോയി ബാക്കിയുള്ളത് 2 6 8 ആണ് അല്ലെ. ഇവിടെ നോക്കാം 4 × 8 32 32 ഇൻറ്റു n ഈക്വൽ ടു 8 ഇവിടെ എന്ത് വരും 32 പറയുമ്പോൾ 5 വരും അല്ലെ. 5 ഇൻറ്റു n ഈക്വൽ ടു 8 എന്ത് വരും n ഈക്വൽ ടു 8/5 എന്ന് വരും. നമുക്ക് അല്ലെ 5 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 1 ആയി മാറി ബാക്കിയുള്ളത് ഇത് മാത്രം ചെയ്യുക. 8 × 2 16 16 എന്ന് പറയുമ്പോൾ ഡിജിസം എത്ര വരും 7 എന്ന ഡിജിസം വരും. ഡിജിസം ഈക്വൽ ടു 7 എന്ന് കിട്ടി. ഇനി ഓപ്ഷൻ ഏതാ 7 വരിക നോക്കുക. ഇവിടെ 4 1 5 ആണ്, അതല്ല. ഇവിടെ 5 1 6 ആണ്, അതല്ല. ഇവിടെ 6 1 7 ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. ഇവിടെ 9 അതുമല്ല. ഓക്കെ, നമുക്ക് വേണ്ട 7 ആണ് അല്ലെ. അടുത്ത പ്രോബ്ലം നോക്കാം. 12.8% എന്ന് പറയുമ്പോൾ വരും 8 2 10 11 11 എന്ന് പറയുമ്പോൾ 2 അല്ലെ. ശതമാനം ഓഫ്ന്നുണ്ട് കേട്ടോ, ഓഫ്ന്നുണ്ട്. ഇൻറ്റു ഓഫ് പറയുമ്പോൾ ഇൻറ്റു 8 8 16 16 എന്ന് പറയുമ്പോൾ ഡിവിഷൻ 7 മൈനസ് ഇവിടെ 6 4 10 11 11 എന്ന് പറയുമ്പോൾ ഡിവിഷൻ 2 ഇൻറ്റു ഇവിടെ 15 എന്ന് പറയുമ്പോൾ ഡിവിഷൻ 6 6 ഈക്വൽ ടു 20% എന്ന് പറയുമ്പോൾ 2 ഓഫ് ഇൻറ്റു കെ. കെന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 7 14 മൈനസ് 2 × 6 12. ഈ വാല്യൂ ഒന്ന് എഴുതാൻ നിൽക്കരുത്, ഡയറക്റ്റ് 14 ഡിവിഷൻ 5 എന്ന് എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഈക്വൽ ടു 2 × കെ. ഇപ്പൊ 14 എന്ന് പറയുമ്പോൾ 5 വരും, മൈനസ് ഇവിടെ 3 വരും, ഈക്വൽ ടു 2 × കെ. ഇവിടെ 5 മൈനസ് 3 2 അല്ലെ, ഈക്വൽ ടു 2 × കെ. കെ ആണ് കാണുന്നത്. കെ ഈക്വൽ ടു ഈ 2 ഇങ്ങോട്ട് വരും അല്ലെ. അപ്പൊ 2/2. ഇപ്പൊ കെന്റെ വാല്യൂ എത്ര കിട്ടും 1 എന്ന് കിട്ടും. അതായത് കെ ഈക്വൽ ടു 1 ഡിജിസം അല്ലെ. ഇനി ഓപ്ഷൻ ഏതാണ് 1 വരിക നോക്കുക. അതായിരിക്കും നമ്മുടെ ആൻസർ. ആദ്യത്തെ 9 പോയി 6 5 11 11 എന്ന് പറയുമ്പോൾ 2 ആണ്. സോ അതല്ല. 9 9 പോയി ബാക്കിയുള്ള 6 ആണ്, അതല്ല. ഇവിടെ 4 1 5 ആണ്, അതുമല്ല. ഇവിടെ 8 1 9 ബാക്കിയുള്ള 1 ആണ്. നമുക്ക് വേണ്ട 1 തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നോക്കാം അടുത്ത പ്രോബ്ലം. ഓക്കെ, സം ഓഫ് 3 + 3²+. ഓക്കെ, ഇത് വന്നിട്ട് ഒരു സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ജോമെട്രിക് പ്രോഗ്രഷൻ GP വരുന്ന ഒരു പ്രോബ്ലം ആണ്. ശ്രദ്ധിക്കുക, നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ഡിജിസം എത്രയാണെന്ന് പറയാം. ആദ്യത്തിന്റെ ഡിജിസം 3 അല്ലെ, പ്ലസ് 3² വരുമ്പോൾ 9 പ്ലസ് 3³ എത്രയാണ് 27. അടുത്ത് 3⁴ വരും. 3⁴ എന്ന് വെച്ചാൽ 81 പ്ലസ് അല്ലെ. ഇവിടെ ശ്രദ്ധിക്കുക, ഇതെല്ലാം എന്താണ് 3³ നമുക്ക് എങ്ങനെ എഴുതാം 3² × 3⁴ എന്ന് എഴുതാം അല്ലെ. 3⁴ എങ്ങനെ എഴുതാം 3³ എങ്ങനെ എഴുതി 3⁴ നമുക്ക് എങ്ങനെ എഴുതാം 3² × 3² എന്ന് എഴുതാം. 3⁵ എങ്ങനെ എഴുതാം 3² × 3⁵ എന്ന് എഴുതാം. 3⁶ എങ്ങനെ എഴുതാം 3² × 3⁴ അല്ലെ. ഈ 3² പറഞ്ഞ എന്താണ് 9 ആണ് അല്ലെ. 9 ഇൻറ്റു എനി സംഖ്യ വന്നു കഴിഞ്ഞാൽ ഡിജിസം എത്ര തന്നെ വരും 9 തന്നെ വരും. 3² 9 ആണ്. 9 ഇൻറ്റു എനി നമ്പർ ഡിജിസം 9 തന്നെ വരും അല്ലെ. അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എല്ലാത്തിലും 3² ഇൻറ്റു ആണ്, അതായത് 9 ഇൻറ്റു ഒരു നമ്പർ ആണ്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും ഡിജിസം എന്തെന്നെയാ വരിക 9 തന്നെയാണ് വരിക അല്ലെ. 3 + 9 ഇത് 9 തന്നെയാണ്, ഇത് 9 തന്നെയാണ്, അങ്ങനെ 9 ആണ് എല്ലാം വരിക. അപ്പൊ 9 ഒക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയും. അപ്പൊ ബാക്കി ഫൈനൽ ഡിജിസം എത്ര കിട്ടും 3 മാത്രമേ ഡിജിസം ആയിട്ട് വരുള്ളൂ അല്ലെ. കാരണം ബാക്കിയെല്ലാം 9 ക്യാൻസൽ ആയി പോയി, ബാക്കിയുള്ളത് 3 മാത്രമാണ്. ഇനി ഓപ്ഷൻ ഏതാ 3 വരിക നോക്കാം. അതായിരിക്കും നമ്മുടെ ആൻസർ. ആദ്യത്തെ 6 5 11 11 6 17 17 1 18 എന്ന് പറയുമ്പോൾ ഡിജിസം 9 ആണ്. സോ അതല്ല. അടുത്ത് 6 5 11 11 6 17 എന്ന് പറയുമ്പോൾ 8 ആണ്. സോ അതല്ല. അടുത്ത 9 പോയി 8 4 12 എന്ന് പറയുമ്പോൾ ഡിജിസം 3 അല്ലെ. നമുക്ക് വേണ്ട 3 തന്നെയാണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് അടുത്തുകൂടി ചെക്ക് ചെയ്യാം. 3 2 5 5 8 13 13 എന്ന് പറയുമ്പോൾ 4 ആണ് വരിക. സോ അതുമല്ല. ഓക്കെ, എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലം ഓൾറെഡി ഡിജിസമ്മിന്റെ പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തു പോകുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കാം. ഓക്കെ, 5 + 3 8 + 1 9. അപ്പൊ 9 പോയി ബാക്കിയുള്ള 1 ആണ് അല്ലെ. 1 പ്ലസ് ഇവിടെ 8 1 9 പോയി ബാക്കിയുള്ളത് 4 3 7 മൈനസ് ഇവിടെ 7 2 9 പോയി ബാക്കിയുള്ളത് 8 ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ഇൻറ്റു
ഇവിടെ 8 + 7 15. 15 പറയുമ്പോൾ ഡിജിസം 6. ഇവിടെ എന്ത് വരും? ഇവിടെ നോക്കാം. 1 + 7 എത്രയാണ്? 8. 8 - 8 ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ഇൻറ്റു 6. 8 - 8 എത്രയാണ്? 0 ആണ് അല്ലെ? 0. നമുക്കറിയാം 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം? 9 എടുക്കണം. അപ്പൊ ഇവിടെ 0 കിട്ടിക്കഴിഞ്ഞാൽ 0/6 ക്വസ്റ്റ്യൻ മാർക്ക് 0 ആണെന്ന് പറയരുത്, ഇത് തെറ്റാവും. 0 എന്ത് തുല്യമാണ്? 9 തുല്യമാണ്. അപ്പൊ 0 കിട്ടിക്കഴിഞ്ഞാൽ 0ന് പകരം 9 എടുക്കണം. കൂടെ എന്തായി മാറി? 9/6 ആണെന്ത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു ഡിനോമിനേറ്ററിൽ 3 അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്ലൈ 6 9 കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യണം പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ക്യാൻസൽ ചെയ്യാം? 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3 പ്രാവശ്യം, ഇവിടെ 2 പ്രാവശ്യം. അപ്പൊ എന്തായി മാറി? 3/2 ആയി മാറി. അപ്പൊ ഡിനോമിനേറ്ററിൽ 2 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 5. അപ്പൊ ഇത് 1 ആയി മാറി അല്ലെ? ഇത് മൊത്തം 1 ആയി മാറി. ബാക്കി 3 × 5 15 എന്ന് പറയുമ്പോൾ ഡിജിസം എത്രയാണ്? 6. ഇപ്പൊ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഡിജിസം 6 എന്ന് കിട്ടി. ഓപ്ഷൻ ഏതാ 6 വരിക നോക്കുക, അതായിരിക്കും നമ്മുടെ ആൻസർ. ആദ്യത്തെ 7 × 2 9 എന്ന് പറയുമ്പോൾ ഇവിടെ 1 വരും അല്ലെ? അപ്പൊ അതല്ല, ഇവിടെ 8 × 9 ബാക്കി 6 ആണ് അല്ലെ? നമുക്ക് വേണ്ട 6 തന്നെയാണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നോക്കി 8 × 9 ബാക്കിയുള്ള 8 ആണ്. ഇവിടെ 2 2 4 1 5. സോ അതൊന്നും അല്ല, നമുക്ക് വേണ്ട ഓപ്ഷൻ ബി 6. അടുത്ത പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, 21 72 ഡിവൈഡ് k ഈക്വൽ ടു നോക്കാം. ഇവിടെ 7 × 9 ബാക്കി 2 + 1 3 അല്ലെ? 3 ഡിവൈഡ് k ഈക്വൽ ടു ഇവിടെ 8 × 9 ബാക്കിയുള്ളത് 3 + 2 3 + 2 5 മൈനസ് ഇവിടെ 9 പോയി, ബാക്കി 5 6 11. 11 എന്ന് പറയുമ്പോൾ 2 മൈനസ് ഇവിടെ 5 4 9 പോയി, ബാക്കിയുള്ളത് 1. ഓക്കെ, പിന്നെ kന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. 3/k ഈക്വൽ ടു 5 - 2 എന്താണ്? -3 ആണ് അല്ലെ? 5 - 3 2. kന്റെ വാല്യൂ k ഇങ്ങോട്ട് പോകും അല്ലെ? അപ്പൊ ഈ 2 ഇങ്ങോട്ട് വരും. അപ്പോ 3/2 ആണെന്ത്? k. ഡിനോമിനേറ്ററിൽ 2 വന്നു കഴിഞ്ഞാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ kന്റെ വാല്യൂ 3 × 5 15. 15 എന്ന് പറയുമ്പോൾ kയുടെ വാല്യൂ എത്രയാണ്? 6 എന്ന ഡിജിറ്റ്സ് ആണ് കിട്ടും. k ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആൻസറിൽ 6 എന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിജിറ്റൽ മെത്തേഡ്. പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പല പ്രോബ്ലത്തിനെയും കാൽക്കുലേഷൻ നമ്മൾ അത്രയും പെട്ടെന്ന് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്തും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.